ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. കുറേ നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു വ്ളോഗ് ആകാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ കിച്ചണിലോട്ട് കയറിയപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം എന്നൊരു ആലോചന വന്നു. അങ്ങനെ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ കൗണ്ടർ ടോപ്പ് എല്ലാം ലിക്വിഡ് ഇട്ട് ക്ലീൻ ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് ഡെക്കർ ഐറ്റംസ് വെച്ചിരുന്ന് അതെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം ആ ഒരു ഏരിയയും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലട്ടർ ഫ്രീ ആകുവാണ് ചെയ്യുന്നത് എന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന. ഒരു മൈൻഡ് റിലാക്സേഷനൊക്കെയാണ് നമ്മൾ ക്ലീനിങ് വഴി നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ സ്പേസിലിരുന്ന ഓരോ ഐറ്റംസും നന്നായിട്ട് ക്ലീൻ ചെയ്തു. 2 മാൻകുട്ടന്മാരെ ഇവിടെ അടുത്തൊരു മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചതാണ്. തടിയുടെ നല്ല ക്യൂട്ട് ഒരു ഡെക്കറേറ്റുമാണിത്. അങ്ങനെ മാൻകുട്ടന്മാരെയൊക്കെ ക്ലീൻ ചെയ്ത് അതിനെ തിരിച്ച് എടുത്തെടുത്ത് അതേപോലെ തന്നെ എടുത്ത് വെച്ചു. അതിനുശേഷം അവിടെ ഇരുന്ന ഓരോരോ ഐറ്റംസും ക്ലീൻ ചെയ്ത്. ഇതൊരു ക്യൂട്ടൊരു ഉറങ്ങുന്ന ഒരു ഏഞ്ചലാണ്. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ളതാണ്, ഒരു വാം ലൈറ്റൊക്കെ ഉള്ള രീതിയിലാണ് ഇത് ഉള്ളത്. അങ്ങനെ അതും ക്ലീൻ ചെയ്തു. അതെല്ലാം അതേപോലെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് അതേപോലെ എടുത്ത് വെച്ചു. ഇങ്ങനെ നമ്മൾ ഓരോന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് നന്നായിട്ട് റിലാക്സ് ആവുന്നുണ്ട്. ഇറ്റ്സ് എ മൈൻഡ്ഫുൾനെസ് തിങ്. അതിനുശേഷം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളകിട്ട മീൻകറി ഉണ്ടാക്കാനായിട്ട്. ആദ്യം ഇഞ്ചിയും പിന്നെ ഇതിനു ശേഷം വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചു. കോട്ടയം സ്റ്റൈല് മുളകിട്ട മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, യൂട്യൂബിൽ നോക്കി തന്നെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തതിന് ശേഷം ഈ വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ 2 ആയിട്ട് കട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് തൊലി കളയാൻ അത്ര പ്രയാസം എനിക്ക് തോന്നിയില്ല. ചില സമയത്ത് ഞാൻ തൊലിയോടുകൂടി തന്നെ ചതയ്ക്കും. ഈ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഈ ചാനലിൽ നിന്ന് എനിക്കത് കിട്ടിയൊരു പരിപാടിയാണ്. അതിന് ശേഷം പുളി എടുത്ത് നമ്മുടെ ചൂടുവെള്ളത്തിലോട്ട് പുളി എടുത്തിട്ട്, കുടംപുളിയാണ്. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഗ്യാസ് കത്തിക്കുന്നു. നമ്മുടെ മൺചട്ടി എടുത്ത് വെക്കുന്നു. മൺചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുന്നു.
ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ കടുകിടുന്നു. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് മീൻകറി, ഈ മുളകിട്ട മീൻകറി കോട്ടയം സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത്. മുളകിട്ട തലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം നമ്മൾ കടുകിട്ടു. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഉലുവ ഇട്ടു. അതിന് ശേഷം നമ്മൾ മസാലകളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഓൾറെഡി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വയന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ മസാലകൾ ആഡ് ചെയ്യുന്നുണ്ട്. മസാലകളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് രണ്ടും ആഡ് ചെയ്തു. ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ പുളിവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്യും. നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അതിന് ശേഷം നമ്മൾ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ തലയെടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കും. അതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി പ്രൊസീജിയർ. എടുത്ത് വെച്ച് ഒരു 6-7 മിനിറ്റ്, ചില മീൻ 10 മിനിറ്റെങ്കിലും വേവണം. എന്തായാലും അത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ മീൻകറി റെഡി. പക്ഷേ ഞങ്ങൾ ഈ മേടിച്ച മീനിൻ്റെ പേര് റോഗോ അങ്ങനെ എന്തോ ഒരു വളർത്തു മീനാണ്. പക്ഷേ ഇത് കറി വെക്കാൻ കൊള്ളില്ല, വറക്കാൻ നല്ല സൂപ്പർ മീനാണ്. ജസ്റ്റ് പരീക്ഷണത്തിന് വേണ്ടി കറി വെച്ചതാണ്. കൊള്ളാമോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നേ ഉള്ളൂ. ബട്ട് അത്ര അടിപൊളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും, and that's all. Thank you. Bye bye. I love you all. See you.